Hi all. So in this video we will discuss about the design consideration of sludge digestion tank. These sludge digestion tanks are cylindrical shaped tanks, that is circular in plan with a diameter ranging between 3 to 12 meter. Okay. Also depth of the tank may be taken as 6 to 12 meter. So for a linear variation, ഓക്കെ, നമ്മൾ ഡൈജസ്റ്റ് ചെയ്ത ശേഷമുള്ള ലീനിയർ വേരിയേഷൻ അനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ കപ്പാസിറ്റി ഓഫ് ദ ഡൈജഷൻ ടാങ്ക് ക്യാൻ ബി ടേക്കൺ ആസ് വി ഈക്വൽ ടു V1 പ്ലസ് V2 ഡിവൈഡ് ബൈ 2 ഇൻറ്റു T, വേർ V is the volume of the digester in meter cube and V1 is the raw sludge added per day, that is the before digestion, the raw sludge added per day in meter cube per day, and V2 is the equivalent digested sludge produced per day on completion of digestion. ഡൈജഷന് ശേഷമുള്ള ആ ഒരു വോളിയമാണ് മീറ്റർ ക്യൂബ് പെർ ഡേ ആണ് നമ്മൾ V2 എടുക്കുന്നത്. യൂഷ്വലി നമുക്ക് V2നെ 1/3 ഓഫ് V1 ആയിട്ട് എടുക്കാം. ഓക്കെ, ആൻഡ് T is the digestion period which is taken in days. Okay, so this is the cross section of a typical sludge digestion tank. ഓക്കെ, അതാണ് നമ്മളെ സ്ലഡ്ജ് ഡൈജഷൻ ടാങ്കിൻ്റെ ഫിഗർ. ഓക്കെ, സോ ദിസ് ടാങ്ക് ഈസ് കൺസിസ്റ്റ് ഓഫ് എ സർക്കുലർ RCC ടാങ്ക് വിത്ത് ഹോപ്പേർഡ് ബോട്ടം. യൂഷ്വലി sloping is given as 1:1 to 1:3. Okay, the raw sludge is pumped into the tank and it is seeded with the digested sludge from another tank. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യണം. ഈ റോ സ്ലഡ്ജ് നമ്മൾ ഡൈജസ്റ്റഡ് സ്ലഡ്ജ് ആയിട്ട് നമ്മൾ മിക്സ് ചെയ്യും. ഓക്കെ, ഓൾസോ ദിസ് ഗ്യാസസ് ഓഫ് ദി ഡീകമ്പോസിന് ശേഷമുള്ള ഗ്യാസസ് ഇവിടെയുള്ള ഗ്യാസ് ഡോം വഴി കളക്ട് ചെയ്യും. ഗ്യാസസ് സച്ച് ആസ് മീഥെയ്ൻ, കാർബൺ ഡൈഓക്സൈഡ് ആർ ഓൾ കളക്റ്റഡ് ഇൻ ദിസ് ഗ്യാസ് ഡോം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഡീകമ്പോസ് ശേഷമുള്ള സൂപ്പർ നാറ്റൻ ലിക്കർ നമ്മൾ ഒരു എലിവേഷനിൽ കളക്ട് ചെയ്യും. സൂപ്പർ നാറ്റൻ ലിക്കറിലും നമ്മൾ കളക്ട് ചെയ്യുന്നത് ഒരു എലിവേഷനിലായിരിക്കും. ഓക്കെ, ഓൾസോ ദി ഡൈജസ്റ്റഡ് സ്ലഡ്ജ് ഇവിടെയാണ് സെറ്റിൽ ചെയ്യുന്നത്. ഏറ്റവും ബോട്ടം ഓഫ് ദ ടാങ്ക്, ഈ ഹോപ്പർ ബോട്ടത്തിലാണ് ഈ ഡൈജസ്റ്റഡ് സ്ലഡ്ജ് സെറ്റിൽ ചെയ്യുന്നത്. ഈ ഡൈജസ്റ്റഡ് സ്ലഡ്ജിനെ നമ്മൾ പിന്നീട് റിമൂവ് ചെയ്യുകയാണ്. സോ ഈ ഒരു സ്ലഡ്ജ് ഡൈജഷൻ ടാങ്കാണ് നമ്മളിനി ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് പറഞ്ഞു V equal to V1 plus V2 by 2 into T. So next is, if the daily digested sludge could not be removed, അതായത് നമുക്ക് ഈ ഡൈജസ്റ്റ് ചെയ്ത സ്ലഡ്ജ് റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്കതിൻ്റെ കപ്പാസിറ്റി ഓഫ് ഡൈജഷൻ ടാങ്കിലുള്ള വരുന്ന വ്യത്യാസം എന്താ നോക്കുക. അതായത് അതിനുള്ള റീസൺസ് ഉണ്ടാവും. നമുക്കിപ്പോൾ കോൾഡ് കൺട്രീസിൽ വിൻ്റർ സീസൺ അല്ലെങ്കിൽ നമുക്ക് മൺസൂൺ സീസണൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഈ ഡൈജസ്റ്റഡ് സ്ലഡ്ജിനെ ചിലപ്പോൾ റിമൂവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ അങ്ങനത്തെ കേസ് വരുമ്പോൾ നമുക്കൊരു സെപ്പറേറ്റ് ഒരു സ്റ്റോറേജും കൂടി വേണം ഫോർ ദി ഇക്വലൻ്റ് ഡൈജസ്റ്റഡ് സ്ലഡ്ജിന് വേണ്ടിയിട്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് നമുക്ക് ഇവിടെ എഴുതിയിട്ടുള്ളത്. V equal to V1 plus V2 by 2 into T plus V2 into T, where V2 into T is known as the monsoon storage. In this case, this daily digested sludge could not be removed. So an additional storage called monsoon storage is added to the capacity of the digestion tank. Okay, now നമ്മൾ പറഞ്ഞു V1 plus V2 by 2 into T, അതായത് ഒരു ലീനിയർ വേരിയേഷൻ ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. സാധാരണ പ്രാക്ടിക്കൽ കേസസിൽ നമുക്ക് അതിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത്, ഡൈജഷൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു പാരാബോളിക് വേരിയേഷൻ ആയിട്ടാണ്. മീൻസ് പ്രാക്ടിക്കൽ കേസസിൽ കൂടുതലും അതൊരു പാരാബോളിക് വേരിയേഷനാണ് ഉണ്ടാവുക. സോ അതിൻ്റെ ആവറേജ് വോളിയം, ഡൈജസ്റ്റിംഗ് സ്ലഡ്ജിൻ്റെ ആവറേജ് വോളിയം എന്ന് പറയുന്നത് V1 minus 2/3 ഇൻറ്റു V1 minus V2 ആണ് കൊടുക്കുന്നത്. സോ ദ റിക്വയർഡ് കപ്പാസിറ്റി ഓഫ് ദ ഡൈജസ്റ്റർ എന്ന് പറയുന്നത് ഇൻറ്റു ദി മൾട്ടിപ്ലൈയിങ് വിത്ത് ദി ഡൈജഷൻ പീരീഡ് T, that is V1 minus 2/3 into V1 minus V2 into T without monsoon storage. With monsoon storage it will be V1 minus 2/3 into V1 minus V2 into T plus V2 into T. So considering with the monsoon storage, equation will be like this.
Without monsoon storage, it is V equal to V1 minus 2 by 3 into V1 minus V2 multiplying with digestion period T. Okay. സോ ഇതിൻ്റെ പ്രോബ്ലത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ ഈ വോളിയമിലോ, അതായത് വോളിയം ഓഫ് റോ സ്ലഡ്ജും വോളിയം ഓഫ് ഡൈജസ്റ്റഡ് സ്ലഡ്ജും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. ഓക്കെ. സോ കൺസിഡറിങ് അബൌട്ട് ദി വോളിയം റിഡക്ഷൻ ഓഫ് സ്ലഡ്ജ്, ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റോ സ്ലഡ്ജിന് കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാകുന്നത് എന്താണ്, ഇവിടെ മോയ്സ്ചർ കണ്ടൻ്റ് ആണ്. 88 to 96% ഒക്കെ മോയ്സ്ചർ കണ്ടൻ്റ് ഉണ്ടാവുക. സോ ഇത് ഡൈജഷൻ കഴിഞ്ഞ ശേഷം മോയ്സ്ചർ കണ്ടൻറ്റ് റെഡ്യൂസ് ചെയ്യും. ഓൾമോസ്റ്റ് 1/3 ടൈംസ് ഇത് റെഡ്യൂസ് ചെയ്യുന്നതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. സോ കൺസിഡറിങ് ലെറ്റ് P1 be the initial percent moisture content of sludge and V1 be the initial volume of sludge. അതുപോലെ തന്നെ ഇഫ് percent moisture content of sludge is reduced to P2 and volume reduced to V2 after digestion. Okay, the volume of digestion sludge will be V2. സോ നമുക്കിവിടെ നോക്കാം. അതായത് ഒരു 100% ഓഫ് വെറ്റ് സ്ലഡ്ജ് ആണ്. സപ്പോസ് ഇതൊരു 100 കിലോഗ്രാം ആയിരിക്കാം. അതിനൊരു P1% മോയ്സ്ചർ കണ്ടൻറ്റ്, അതായത് P1 കിലോഗ്രാം മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ സോളിഡ്സ് എത്രയായിരിക്കും? 100 മൈനസ് P1 കിലോഗ്രാം, അല്ലെങ്കിൽ 100 മൈനസ് P1% സോളിഡ്സ് ഉണ്ടാവും അല്ലേ? അതിനാണ് നമുക്ക് എന്ത് പറയാം? 100 മൈനസ് P1 കിലോഗ്രാം ഓഫ് ഡ്രൈ സോളിഡ്സ് വിൽ പ്രൊഡ്യൂസ് what? 100 kilogram of wet sludge. Okay. So 1 kilogram of dry solids produce this 100 divided by 100 minus P1 kilogram of wet sludge. Okay. So m kilogram, any m kilogram of dry solids produce 100 m divided by 100 minus P1 kilogram of wet sludge. Okay. So നമുക്ക് assume ചെയ്യാം യൂണിറ്റ് വെയിറ്റ് ഓഫ് സ്ലഡ്ജ് എന്ന് പറയുന്നത്, യൂണിറ്റ് വെയിറ്റ് ഓഫ് വെറ്റ് സ്ലഡ്ജ് നമുക്ക് എന്തെടുക്കാം? റോ സൈഡ് നമുക്ക് എടുക്കാം ഇൻ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിൽ. സോ വോളിയം ഓഫ് സ്ലഡ്ജ് പ്രൊഡ്യൂസ്ഡ് അറ്റ് മോയ്സ്ചർ കണ്ടൻറ്റ് P1 വിൽ ബി V1 ഈക്വൽ ടു 100 ഡിവൈഡ് ബൈ 100 മൈനസ് P1 m ഡിവൈഡ് ബൈ റോ എസ്. ഓക്കെ. ഈ V1 എന്ന് പറയുന്നത് നമുക്ക് വോളിയം ഓഫ് റോ സ്ലഡ്ജ് ആയിട്ട് എടുക്കാം. സോ ആഫ്റ്റർ ഡൈജഷൻ, ദിസ് വോളിയം ഓഫ് sludge produced at moisture content P2 equal to 100 divided by 100 minus P2 divided by rho s into m. Okay. So ഈ രണ്ട് മാസും ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? P1 into 100 minus P1 rho s divided by 100 equal to V2 into 100 minus P2 into rho s divided by 100. ഇത് നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? V2 equal to 100 minus P1 into V1 divided by 100 minus P2. സോ ഈ V1 എന്ന് പറയുന്നത് വോളിയം ഓഫ് റോ സ്ലഡ്ജും V2 എന്ന് പറയുന്നത് വോളിയം ഓഫ് ഡൈജസ്റ്റഡ് സ്ലഡ്ജും ആണ്. ഓക്കെ. ഇനീഷ്യൽ ടൈമിലുള്ള മോയ്സ്ചർ കണ്ടൻ്റാണ് P1, ഡൈജഷൻ ചെയ്തതിന് ശേഷമുള്ള മോയ്സ്ചർ കണ്ടൻ്റാണ് P2. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഡിസൈൻ, നമ്മൾ ഒരു സ്ലഡ്ജ് ഡൈജഷൻ ടാങ്ക് ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ കൂടി നമുക്ക് ആവശ്യമായിട്ട് വരും. So now we will discuss a numerical problem. Okay. So question is, design a digestion tank for the primary sludge with the help of following data. It is given as average flow equal to 20 milliliters per day, total suspended solids in raw sewage equal to 300 milligram per liter, and moisture content of digested sludge equal to 85%. Okay. Assume any other suitable data you require. Okay. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ആവറേജ് സീവേജ് ഫ്ലോ വന്നിട്ടുണ്ട് 20 million liters per day തന്നിട്ടുണ്ട്. ദറ്റ് ഈസ് 20 into 10⁻⁶ liters per day. അതുപോലെ തന്നെ ടോട്ടൽ സസ്പെൻഡഡ് സോളിഡ്സ് നമുക്ക് തന്നിട്ടുണ്ട് 300 milligram per liter. ഓക്കെ. അതുപോലെ നമുക്ക് തന്നിട്ടുള്ള എന്താണ്? ഡൈജസ്റ്റഡ് സ്ലഡ്ജിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ. റോ സ്ലഡ്ജിൻ്റെ അല്ല, ഡൈജസ്റ്റഡ് സ്ലഡ്ജിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 85%. സോ നമുക്ക് മാസ് ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ് ഇൻ 20 million liters per day കണ്ടുപിടിച്ചുകൂടെ? ടോട്ടൽ സസ്പെൻഡ് സോളിഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്, ആവറേജ് സീവേജ് ഫ്ലോ ഉണ്ട്. സോ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 300 into 20 into 10⁻⁶ 20 mld നമ്മൾ ചേഞ്ച് ചെയ്താണ് 20 into 10⁻⁶ liters per day into 300 divided by 10⁻⁶. This is
milligram per liter ആണ്. അത് നമ്മൾ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഡിവൈഡ് ബൈ 10⁶. സോ വി വിൽ ഗെറ്റ് 6000 kilogram per day. Now we will assume 65% solids are removed in primary settling tanks. Okay, അത് നമ്മൾ അസ്യൂം ചെയ്യണം. ഒരു 65% സോളിഡ്സും നമ്മൾ ആ പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിൽ റിമൂവ് ചെയ്യണം. സോ ഈ 65% സോളിഡ്സ് ആണ് നമ്മൾ ഈ സ്ലെഡ്ജ് ഡൈജഷൻ ടാങ്കിലേക്ക് വരുന്നത്. ഓക്കെ, സ്ലെഡ്ജ് ഡൈജഷൻ ടാങ്കിലേക്ക് വരുന്ന സോളിഡ്സ് എന്ന് പറയുന്നത് ഈ 65% ആണ്. സോ we'll calculate the mass of solids removed in the primary settling tank will be the 65% of the mass of suspended solids in that 20 milliliters per day. That is 65% into 6000 kilogram per day. We will get 3900 kilogram per day. Okay. Now, question നമുക്ക് തന്നിട്ടുള്ളത് 85% moisture content in digested sludge ആണ്. So we will assume a moisture content of 95% in fresh sludge or raw sludge. Okay. So 95% നമുക്ക് മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? അതായത് ഒരു 100 കിലോഗ്രാം ഓഫ് വെറ്റ് സ്ലെഡ്ജിൽ 95% മോയ്സ്ചർ കണ്ടന്റ് ആണെങ്കിൽ 95 കിലോഗ്രാം ആണെങ്കിൽ 5 കിലോഗ്രാം ഡ്രൈ സോളിഡ്സ് ആണ്. സോ വി ക്യാൻ റൈറ്റ് 5 കിലോഗ്രാം ഓഫ് ഡ്രൈ സോളിഡ്സ് വിൽ മേക്ക് 100 കിലോഗ്രാം ഓഫ് വെറ്റ് സ്ലെഡ്ജ്. ഓക്കെ, 100 കിലോഗ്രാം ഓഫ് വെറ്റ് സ്ലെഡ്ജ്. സോ നമുക്ക് കിട്ടിയിട്ടുള്ളത് 3900 കിലോഗ്രാം ഓഫ് ഡ്രൈ സോളിഡ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, സോ that 3900 kilogram of dry solids will make, that is 100 divided by 5 into 3900 kilogram of wet sludge per day equal to 78000 kilogram of wet sludge per day producing. Okay, so നമുക്ക് assume ചെയ്യാം ആ വെറ്റ് സ്ലെഡ്ജിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.02 ആയിട്ട് നമുക്ക് assume ചെയ്യാം. That means density will be 1020 kilogram per meter cube ആണ്. So the volume of raw sludge produced per day equal to P1 equal to, that is 78,000 divided by 1020. We will get 76.47 meter cube per day. അല്ലേ, നമ്മൾ 78,000 divided by 1020 we will get 76.47 meter cube per day. Okay, so V2 equal to, നമുക്ക് ഇക്വേഷൻ അറിയാം, V2 equal to 100 minus P1 divided by 100 minus P2. So P1 into 100 minus 93 divided by 100 minus 85. So P1 വോളിയം ഓഫ് റോ സ്ലെഡ്ജ് നമുക്കറിയാം. ഇവിടെ 85% നമ്മൾ P2ന് കൊടുക്കും. 95% നമ്മൾ അസ്യൂം ചെയ്ത ഫ്രഷ് സ്ലെഡ്ജിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1/3 V1 ആണ്. ഓക്കെ, 1/3 V1. So V1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/3 into 76.47 meter cube per day will get 25.49 meter cube per day എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി? വോളിയം ഓഫ് റോ സ്ലെഡ്ജ് പ്രൊഡ്യൂസ് പെർ ഡേ കിട്ടി 76.47. അതുപോലെ തന്നെ വോളിയം ഓഫ് ഡൈജസ്റ്റഡ് സ്ലെഡ്ജിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. എന്താണ്? 25.49 meter cube per day. ഓക്കെ, now we will assume a digestion period T equal to 30 days. For parabolic change, we have the equation for the capacity of digestion tank is V1 minus 2/3 into V1 minus V2 into T, where small t is the digestion period ആണ്. സോ ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് മൺസൂൺ സ്റ്റോറേജ് കൺസിഡർ ചെയ്യാനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അഡീഷണൽ ആയിട്ട് മൺസൂൺ സ്റ്റോറേജ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. സോ V1 നമുക്കറിയാം 76.47 ആണ്, V2 നമുക്കറിയാം 25.49 ആണ്. അതുപോലെ തന്നെ ഡൈജഷൻ പീരീഡ് 30 ഡേയ്സ് നമ്മൾ അസ്യൂം ചെയ്തു. സോ ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ആൻഡ് സോൾവിങ് വിൽ ഗെറ്റ് 1274.5 or 1275 meter cube. This is the capacity. Also we will assume a depth of the cylindrical digestion tank as 6 meter. So cross section of the tank will be that volume divided by the depth, that is 1275 divided by 6, we will get 212.5 meter square. So as this is a circular tank, cross section of the tank equal to pi by 4 d square. Substituting, we will get d equal to root of 212.5 divided by pi by 4. We will get
16.45 meter, say 16.5 meter. ഓക്കെ, സോ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ അസ്യൂം ചെയ്തിട്ട് നമുക്ക് കറസ്പോണ്ടിങ് കപ്പാസിറ്റി കിട്ടി. ഡാറ്റാസ് അസ്യൂം ചെയ്തിട്ട് നമുക്ക് കറസ്പോണ്ടിങ് കപ്പാസിറ്റി കിട്ടി. ആ കപ്പാസിറ്റി കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു ഡെപ്ത് പ്രൊവൈഡ് ചെയ്തു. നമ്മൾ അസ്യൂം ചെയ്ത ഡെപ്ത് പ്രൊവൈഡ് ചെയ്തു 6 മീറ്റർ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്രോസ് സെക്ഷൻ ഓഫ് ദ ടാങ്ക് കിട്ടി. സോ അറ്റ് ദ എൻഡ് നമുക്ക് അതിൻ്റെ ഡയമീറ്റർ ഓഫ് ദ ടാങ്കും കിട്ടി. സോ diameter of the tank is 16.5 meter. Okay, thank you.